ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ നാലാം ഭാഗം വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കമ്മ്യൂണിറ്റി വിസിറ്റ് ട്രിപ്പിൻ്റെ ആദ്യം അങ്ങനെ ഞങ്ങൾ രാവിലെ എണ്ണിച്ചു. ഊട്ടിയിലെ നല്ല തണുപ്പുണ്ട്, എല്ലായിടം പുതപ്പിനകത്ത് മൂടിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ടീ ഫാക്ടറി, ചോക്ലേറ്റ് ഫാക്ടറിയുടെ സൈറ്റിലേക്ക് എത്തി. ആദ്യം തന്നെ ഞങ്ങൾ ടീ ഫാക്ടറി പോകാനാണ് പരിപാടി. അങ്ങനെ ടീ ഫാക്ടറിയിലോട്ട് കയറാനുള്ള സ്റ്റെയർ കഴിഞ്ഞു പോവുക. സ്റ്റെയർ എന്ന് പറയുമ്പോൾ നല്ല പൊക്കത്തിലൊക്കെയാണ്, നല്ല രസമാണ്. ഇടുന്ന ഭാഗങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ്. പക്ഷെ ഞാൻ സ്റ്റെപ്പ് കയറി മടുത്തെന്നും പറയാം. സ്റ്റെപ്പ് കയറി മടുത്ത് ഇങ്ങനെ ലൈനായിട്ട് പോകുമ്പോഴാണ് നമ്മളിങ്ങനെ കയറുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരു ടീ മ്യൂസിയത്തിൽ കൂടെ കടന്നു പോവുകയാണ്. ഇത് നമ്മൾ ടീയെക്കുറിച്ചുള്ള അതിങ്ങനെ കണ്ടുപിടിച്ച് അങ്ങനത്തെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ ഫ്രെയിം വർക്കാണ് നമ്മൾ ആദ്യം കാണുന്നത്. നല്ല എല്ലാവർക്കും നമുക്ക് വായിച്ച് മനസ്സിലാക്കാനും ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടീ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ആ ഇല എങ്ങനെ ഉണ്ടാക്കുന്നത്, ആ മിഷനെല്ലാം നമ്മൾ സന്ദർശിച്ചു. അതുകൂടെ തന്നെ നമ്മൾ അവിടെ ഒരു സൗണ്ട് സിസ്റ്റം വഴി അതെങ്ങനെ ഉണ്ടാക്കുന്നത്, അതിൻ്റെ പ്രോസസ്സിങ് ഇങ്ങനെ നടക്കുന്നത്. പലതരത്തിലുള്ള ടീ ഉണ്ട്. ആ പല ടീസ് എങ്ങനെ പാക്കിങ്ങും പ്രോസസ്സിങ്ങും എല്ലാം കണ്ടു. അത് കഴിഞ്ഞ് നമുക്ക് ഫ്രീ ആയിട്ട് ടീ കിട്ടിയായിരുന്നു. ഫ്രീ ആയിട്ട് കിട്ടിയതുകൊണ്ട് എല്ലാവരും കുടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ ടീ കിട്ടി, നല്ല ചായയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഷോപ്പിംഗ് ഏരിയയിൽ നമുക്ക് അവിടെ നിന്ന് ടീ വാങ്ങിക്കാമായിരുന്നു. പലതരത്തിൽ ഗ്രീൻ ടീ, വൈറ്റ് ടീ, മസാല ടീ, ചോക്ലേറ്റ് ടീ, ജിഞ്ചർ ടീ എല്ലാം അങ്ങനെ ലെമൺ ടീ അങ്ങനെ പലതരത്തിലുണ്ടായിരുന്നു. അങ്ങനെ ടീ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഫാക്ടറിയാണ് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് പോയി. ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ട് കയറാൻ അതിൻ്റെ അടുത്തുകൂടെ തന്നെ പോകായിരുന്നു. അങ്ങനെ ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ട് കയറി. ആദ്യം തന്നെ അവിടെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചോക്ലേറ്റ് തരുന്നുണ്ടായിരുന്നു, ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. അങ്ങോട്ട് ഞങ്ങൾ 3 തരത്തിലുള്ള ചോക്ലേറ്റ് ഹസുകളും അങ്ങനെ കിട്ടി. അത് കഴിഞ്ഞ് ചോക്ലേറ്റ് വാങ്ങാനുള്ള ഏരിയയിലേക്ക് എത്തി. അത് കഴിഞ്ഞ് താഴെ തന്നെ ഷോപ്പിംഗ് ഏരിയ ഉണ്ടായിരുന്നു, ഡ്രസ്സ്, ബാഗ് അങ്ങനത്തുള്ള സാധനങ്ങൾ. എന്നിട്ട് ചോക്ലേറ്റ് ഞങ്ങൾ വാങ്ങിയത് ഞങ്ങൾക്ക് ഡെലിവറി ചെയ്ത് പ്രോസസ്സ് ചെയ്ത് കൈ കിട്ടുന്ന ഏരിയയിൽ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് ചോക്ലേറ്റ് വാങ്ങി. എന്നിട്ട് നേരെ പുറത്തേക്കുള്ള പരിപാടി വേണ്ടിയുള്ള കിട്ടുമോ നോക്കി. എന്നിട്ട് പുറത്തൊരു ഷോപ്പിംഗ് ഏരിയയിൽ നിന്നും ഷോപ്പിങ്ങിന് ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. വീട്ടിലേക്കുള്ള ഫാൻസി ഐറ്റംസ് എല്ലാവരും നോക്കി. നല്ല വിലക്കുറവുണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ ഞങ്ങൾ ബസ്സിലേക്ക് കയറി. ടീ ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും നല്ല തളർന്ന് നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഊട്ടി ലേക്കിലേക്ക് പോയി. ഊട്ടി ലേക്കിലേക്ക് തന്നെ ഞങ്ങൾ ആദ്യം ഒരു ഹോഴ്സ് കുട്ടനെ കണ്ടു. അങ്ങനെ ഹോഴ്സിനെ കളിച്ചിട്ട് നേരെ ഞങ്ങൾ ലേക്കിലേക്ക് പോകാൻ നടക്കുകയാണേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ലേക്കിലേക്ക് എത്തി. ലേക്കിൻ്റെ പാസ് കൊടുത്ത് ലേക്കിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. ലേക്കിലേക്ക് കയറി ലേക്കെല്ലാം കണ്ടപ്പോൾ ഒരു ബോട്ടിങ്ങിൻ്റെ ഒരു ഇത് വന്ന്. അങ്ങനെ ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് എടുത്താൽ പോയി. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ ബോട്ടിങ്ങിന് കയറ്റി. ഇവളുമാർ ആദ്യമേ തുഴയാൻ വേണ്ടി ചവിട്ടുന്ന ബോട്ടായിരുന്നു. ചവിട്ടാൻ വേണ്ടി കയറ്റിയിരുന്നത് എല്ലാത്തിനും ചവിട്ടുന്ന എക്സ്പീരിയൻസ്. പകുതി വെച്ച് ഒരാൾ ക്ഷീണിച്ച് മാറി, അടുത്ത ആൾ കയറി. അവൾ ചവിട്ടുന്നത് ഒന്നും കഴിക്കാത്തതുകൊണ്ട് നീങ്ങുന്നില്ലായിരുന്നു എന്ന് പറയാം. എന്നാലും നിങ്ങൾക്ക് ഇച്ചിരിക്ക് നീങ്ങി. ഇങ്ങനെ ഞങ്ങൾ തിരിച്ച് ചവിട്ടി ക്ഷീണിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് ബസ്സിലേക്ക് കയറി. ഞങ്ങൾ അടുത്ത സൈറ്റായിട്ട് ഊട്ടി ബൊട്ടാനിക്കൽ ഗാർഡനിലേക്ക് പോവുകയാണ്. ഊട്ടി ബൊട്ടാനിക്കലിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല പൂക്കൾ, നല്ല ഫസ്റ്റ് ഗ്രീനറി ഏരിയ കണ്ട അവിടെ തന്നെ ഓടി നടക്കാൻ തോന്നുന്നു. അങ്ങനെ നല്ല ഗ്രീനറി ഏരിയ ആയിരുന്നു. അങ്ങനെ നല്ല വെയിലുണ്ടായിരുന്നു. ഞങ്ങൾ ഏതെങ്കിലും മരത്തിലും തണൽ തപ്പി തണലപ്പാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. അങ്ങനെ കുറേ ഏരിയ നടന്നു. ആ ഏരിയയിലൂടെ ഫുള്ള് ഇറങ്ങി. സമയം 5-6 മണിയായി കാണും. അവിടെ നിന്ന് മൊത്തം കറങ്ങി. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഡേ എല്ലാം കഴിഞ്ഞു. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.